2025 സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതറിയണം. 2024 മാർക്കറ്റ് ഫോൾ ആവുന്നതിന് മുന്നേ നിഫ്റ്റി നൽകിയത് 21% റിട്ടേൺസ് ആണ്. അപ്പോൾ തീർച്ചയായും മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഫേസ് എക്സ്പെക്ട് ചെയ്യാം. ഇതിനു മുന്നേ 2021 മാർക്കറ്റ് ഇതുപോലെ 35% പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കൺസോളിഡേഷനിലോട്ട് പോയി. ഏറെക്കുറെ 1.5 വർഷം നീളുന്ന കൺസോളിഡേഷൻ. ഇതുപോലൊരു കൺസോളിഡേഷൻ ആണ് 2025 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ഒത്തിരി ട്രിഗേഴ്സ് ഉണ്ട്. ക്വാർട്ടർലി റിസൾട്ട്സ്, ഫെബ്രുവരിയിലെ ബഡ്ജറ്റ്, RBI റേറ്റ് കട്ട്. പക്ഷേ 20-30% ഒക്കെ പറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 10-12% റിട്ടേൺസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ 2021-22 കൺസോളിഡേഷന് ശേഷം വന്ന ബുൾ റണ്ണിൽ ഏറെക്കുറെ 1.5 വർഷം കൊണ്ട് നിഫ്റ്റി തന്നത് ഓൾമോസ്റ്റ് 40% റിട്ടേൺസ് ആണ്. അതുപോലൊരെണ്ണം 2026 നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ബുൾ റണ്ണിന്റെ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാൻ പോകുന്നത് ഇപ്പോ ഈ ലോ പ്രൈസിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. കാത്തിരുന്നാലേ കപ്പൽ മേടിക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റേ പേഷ്യന്റ്, സ്റ്റേ ഇൻവെസ്റ്റഡ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക.